ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്തെക്കാളുപരി ധനത്തെയും പദവിയും സ്നേഹിക്കുന്ന ആധുനിക കാലത്ത് ദൈവകൃപയുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായത് ഒന്നുമില്ലെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ കഥയുടെ പേരാണ് ഫെലിസ്ത്യമലനെ തോൽപ്പിച്ച ഇടയബാലൻ. യഹൂദയിലെ ബേത്ലഹേമിൽ ഈശാ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇസ്രയേലിലെ ഒന്നാമത്തെ രാജാവായ ശൗലിന്റെ ഭരണകാലം. ഈശായുടെ മൂത്ത മക്കൾ മൂവരും ശൗൽ രാജാവിന്റെ പടക്കൂട്ടത്തിലായിരുന്നു. ഈശായുടെ മക്കളിൽ ഇളയവനായ ഈ അഷ്ടപുത്രൻ തന്റെ അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ഈ സമയത്ത് ശൗൽ രാജാവിന്റെ സൈന്യം ഏലാ താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. പിതാവിന്റെ താല്പര്യപ്രകാരം പാളയത്തിൽ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് ഒരു പറ മലരും 10 അപ്പവും കൊണ്ടു കൊടുക്കുവാനും അവരോട് ക്ഷേമം ചോദിച്ച് മടങ്ങി വരുവാനും ദാവീദ് തയ്യാറായി. അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടിട്ട് പിതാവ് തന്നെ ഏൽപ്പിച്ചതൊക്കെയും എടുത്തുകൊണ്ട് പടസ്ഥലത്തേക്ക് പുറപ്പെട്ടു. അന്നേരം ഇസ്രായേലിന്റെയും ഫെലിസ്ത്യരുടെയും സൈന്യങ്ങൾ ആർത്തു വിളിച്ചുകൊണ്ട് അണിനിരയുന്ന സമയമായിരുന്നു. ദാവീദ് പട്ടാളക്കാരുടെ അടുത്തു ചെന്ന് ചേട്ടന്മാരെ കണ്ട് കുശലം ചോദിക്കുകയും മറ്റും ചെയ്തു. ഫെലിസ്ത്യരുടെ മല്ലൻ എതിർവശത്തു നിന്ന് വെല്ലുവിളിക്കുന്നതും ദാവീദ് കേട്ടു. ഇത് കേട്ട് ഇസ്രായേൽ പട്ടാളക്കാരെല്ലാം പേടിച്ചത് കണ്ടിട്ട് ദാവീദിന് വളരെയധികം സങ്കടമായി. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ ഇയാളെ കണ്ട് ഭയപ്പെടുന്നത് എന്തിനാണ് എന്ന് പട്ടാളക്കാരോട് ദാവീദ് ചോദിച്ചു. അടുത്തു നിന്ന പട്ടാളക്കാരൻ ഫെലിസ്ത്യമല്ലന്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ശത്രുവിനെ തോൽപ്പിച്ച് ഇസ്രയേലിനെ രക്ഷിക്കുന്നവന് എന്ത് കൊടുക്കുമെന്ന് ദാവീദ് സൈന്യത്തോട് ചോദിച്ചു. ആ മല്ലനെ കൊല്ലുന്നവന് രാജാവ് സമ്പന്നനാക്കുമെന്നും തന്റെ മകളെ അവന് കൊടുക്കുകയും ചെയ്യുമെന്നും ബാലിനോട് സൈന്യം പറഞ്ഞു. ദാവീദ് സൈന്യത്തോട് സംസാരിക്കുന്നത് മൂത്ത ജ്യേഷ്ഠൻ കണ്ടിട്ട് ദാവീദിനെ വീട്ടിൽ പോകുവാൻ ശാസിച്ചു. എന്നാൽ ദാവീദ് ഇതിൽ നിന്നും പിന്മാറാതെ സൈന്യത്തോട് ആ മല്ലനെ പറ്റി അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഈ ഇടയബാലിനെ പറ്റി ശൗൽ രാജാവും അറിഞ്ഞു തുടങ്ങി. രാജാവ് ദാവീദിനെ വിളിപ്പിച്ചു. ബാലനായ ദാവീദിനെ കണ്ടപ്പോൾ രാജാവ്, നീ കുട്ടിയാണെന്നും നിനക്കിത് സാധ്യമല്ലെന്നും പറഞ്ഞ് പിന്മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ദാവീദ് രാജാവിനോട്, ഈ ഫെലിസ്ത്യമലനെ അടിയൻ അംഗം പൊരുതിക്കൊള്ളാമെന്നും അതോർത്ത് ആരും അധൈര്യപ്പെടരുത് എന്നും പറഞ്ഞു. ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ എത്തിയ സിംഹത്തെയും കരടിയെയും ഞാൻ കൊന്നു. ഇവയിൽ നിന്നും രക്ഷിച്ച ദൈവം ഈ ഫെലിസ്ത്യമല്ലന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്നും ഇടയബാലൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ശൗൽ രാജാവ് തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിക്കുകയും തന്റെ താമശസ്ത്രം അണിയിക്കുകയും ചെയ്തു. എന്നാൽ ഇവയെല്ലാം ദാവീദിനെ ശ്വാസം മുട്ടിച്ചു. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഊരിവെച്ച് തന്റെ വടിയുമെടുത്ത് പോയി. നടന്നു പോകും വഴി തോട്ടിൽ നിന്നും മിനുസമുള്ള 5 കല്ലുകളെടുത്ത് പൊക്കണത്തിലിട്ടു. കയ്യിൽ കവണിയുമായി ഫെലിസ്ത്യമല്ലന്റെ അടുത്ത് ബാലനായ ദാവീദിനെ കണ്ടപ്പോൾ ആയുധബലം കൊണ്ടും ദ്വിജബലം കൊണ്ടും അഹങ്കാരിയായ മല്ലൻ ഗോലിയാത്തിന് പുച്ഛം തോന്നി. നീ വടിയുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ച് നിന്ദിക്കുകയും ചെയ്തു. നിഷ്കളങ്ക ഭാവത്തോടും ദൈവഭയത്തോടും അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വാളും കുന്തവുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രയേൽ ഒരു ദൈവമുണ്ടെന്നും സർവഭൂമിയും അറിയും. ഇത് പറഞ്ഞുകൊണ്ട് ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി ഫെലിസ്ത്യമല്ലന്റെ നെറ്റിയിലെറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഇങ്ങനെ ദാവീദ് എന്ന ഇടയബാലൻ ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനായ ഗോലിയാത്തിനെ കീഴ്പ്പെടുത്തി. ഇസ്രയേൽ സൈന്യത്തെ വിജയത്തിലെത്തിക്കുവാൻ നിസ്സാരനായ ആ ബാലന് കഴിഞ്ഞു. ദാവീദ് ദൈവത്തെ സ്തോത്രം ചെയ്തു, ദൈവത്തെ സ്തുതിച്ചു. നമുക്ക് സൈന്യത്തിന്റെ ശക്തിയോ കുടുംബ മഹിമയോ ആയുധബലമോ പണമോ ഒന്നും ഉണ്ടായതുകൊണ്ട് ഒരു ഫലവുമില്ല. ദൈവകൃപയുണ്ടെങ്കിൽ ഏത് നിസ്സാരനെയും വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുമെന്ന് ഓർക്കുക. അതുകൊണ്ട് നമുക്ക് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ.